ചോദ്യം: ഫർള് നിസ്കാരങ്ങളൊന്നും നിർവഹിക്കാതെ വെള്ളിയാഴ്ച ജുമുഅ മാത്രം നിസ്കരിക്കുന്നവന്റെ വിധി എന്ത്? ആ നിസ്കാരം സ്വീകാര്യമാണോ? ഉത്തരം: നിസ്കാരം ഉപേക്ഷിച്ചവൻ കടുത്ത പാപിയാണ്. ആ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടേണ്ടതാണ്. നിസ്കരിച്ചത് സ്വീകരിക്കപ്പെടുന്നതുമാണ്. ചോദ്യം: നിസ്കാരത്തിന് ഇടയിലെ അത്തഹിയ്യാത്തോ സൂറത്തോ ഒഴിവാക്കുകയോ മറക്കുകയോ ചെയ്താൽ സഹ്വിന്റെ സുജൂദ് വേണമല്ലോ. അത് മറന്ന് സലാം വീട്ടിയാൽ എന്ത് ചെയ്യണം? ഉത്തരം: ആദ്യത്തെ അത്തഹിയ്യാത്ത് അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ടതാണ്. അത് ഒഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് വേണം. സൂറത്ത് ഓതൽ ഹൈആത്ത് സുന്നത്തുകളിൽപ്പെട്ടതാണ്. അത് ഒഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തില്ല. സഹ്വിന്റെ സുജൂദ് മറന്ന് സലാം വീട്ടിപ്പോയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. മനഃപൂർവ്വം ഒഴിവാക്കിയാലും കുഴപ്പമില്ല. സഹ്വിന്റെ സുജൂദ് സുന്നത്ത് മാത്രമാണല്ലോ. അപ്പോൾ ആ സുജൂദ് ചെയ്യൽ പുണ്യകർമ്മമാണ്. മറന്ന് സലാം വീട്ടിയാൽ സമയം ദീർഘിക്കുന്നതിന് മുമ്പ് ഓർമ്മയായാൽ നിസ്കാരത്തിലേക്ക് മടങ്ങലും സുജൂദ് ചെയ്യലും സുന്നത്താണ്. ചോദ്യം: പുലി, സിംഹം പോലുള്ളതിൻ്റെ ചിത്രമുള്ള പായയിൽ നിസ്കരിച്ചാൽ സ്വഹീഹാകുമോ? ഉത്തരം: നിസ്കാരം സ്വഹീഹാകും. പക്ഷേ കറാഹത്തുണ്ട്. നിസ്കരിക്കുന്നവന് ശ്രദ്ധ തിരിക്കാനുപയുക്തമായ ഏത് തരം ചിത്രങ്ങളുള്ള പായ മുതലായവയിൽ നിസ്കരിക്കൽ കറാഹത്താണെന്നാണ് തുഹ്ഫയിലുള്ളത്. എന്തായാലും ചിത്രമുള്ള വരികളും പായകളും തശ്വീഷുണ്ടാക്കുമെന്ന് പറഞ്ഞത് അവരുടെ കാലഘട്ടത്തിലാണെന്ന് മറ്റു ചിലരും പറയുന്നു. ഇതനുസരിച്ചാണ് ചില പള്ളികളിൽ വരെയുള്ള വിരികളും മറ്റും കാണുന്നത്. ചോദ്യം: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം പകൽ നിസ്കാരങ്ങളിൽ പതുക്കെയും രാത്രി നിസ്കാരങ്ങളിൽ ഉറക്കെയും ഓതുന്നതിൻ്റെ രഹസ്യമെന്താണ്? ഉത്തരം: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതുകയും അത് പിൻപറ്റാൻ നമ്മോട് കൽപ്പനയുണ്ടാവുകയും ചെയ്തതുകൊണ്ട് നമുക്കത് സുന്നത്തായി. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നായി മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഖുർആൻ ഉച്ചത്തിൽ ഓതുന്നത് കേൾക്കുന്ന അവിശ്വാസികൾ ഖുർആനിനെയും ഇസ്ലാമിനെയും ആക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. അത് കാരണം അവർ സാധാരണ വീക്ഷിക്കാറുള്ള ളുഹറിലും അസറിലും ഓത്ത് പതുക്കെയാക്കി. മഗ്രിബ് അവരുടെ ഭക്ഷണ സമയവും ഇശ, സുബ്ഹി അവരുടെ നിദ്രാവേളയും ആയതുകൊണ്ട് തദവസരങ്ങളിൽ ഓത്ത് ഉറക്കെയുമാക്കി. ആദ്യകാലത്ത് ഓത്ത് ഉറക്കെയും പതുക്കെയുമാക്കിയതിലുള്ള ദൃശ്യയുക്തി പിൽക്കാലത്ത് ഇല്ലാതായെങ്കിലും വിധി ഇന്നും നിലവിലുണ്ട്. മാത്രമല്ല, ഇത് കാരണങ്ങളിൽ ഒന്നു മാത്രമാണ്. വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. ചോദ്യം: നിസ്കാരത്തിന് ശേഷം ഇമാം വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവെന്ത്? ഉത്തരം: നിസ്കാരാനന്തരം ഇമാം വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കൽ സുന്നത്താണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം: രോഗം കൊണ്ടോ മറ്റോ സുജൂദിൽ കാൽമുട്ട് വെക്കാൻ സാധിക്കാതെ വന്നാൽ എന്ത് വേണം? ഉത്തരം: മറ്റവയവങ്ങൾ വെച്ച് സുജൂദ് ചെയ്യണം. സാധിക്കാത്തത് ചെയ്യാൻ ശാസനയില്ല.